എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയ പിക്സ്. ഇന്ന് വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് നല്ല രസമാണ്. ഒട്ടും നമുക്ക് ഹെവി ആയിട്ടൊന്നും തോന്നില്ല. ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കാനേ തോന്നും. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുരമൊക്കെയുള്ള, എന്നാൽ ഒരുപാട് അങ്ങ് മധുരമൊന്നും ഇല്ലാത്ത, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബാക്കി വന്ന ചോറ് കൊണ്ട് ഉണ്ടാക്കുന്ന വട നിങ്ങൾ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കറുത്തുപോയ നേന്ത്രപ്പഴം കൊണ്ടുണ്ടാക്കുന്ന സ്നാക്കും ഒക്കെ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു മിക്സർ വേണം. അപ്പോൾ ഇതിൻ്റെ പകുതി അളവിൽ നിങ്ങൾ ചെയ്താൽ ഒരു 18 ഉണ്ണിയപ്പം സൈസിലുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ഒരു 45 എണ്ണയൊക്കെ ഉണ്ടാക്കുന്ന അളവിനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ലേ, 3 ഇൻഗ്രീഡിയൻസ് മാത്രമുള്ള യോക്ഷേ പൊടി. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ട് ഒരുമിച്ചാണ് ബാറ്റർ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ പകുതി അളവ് മതിയെന്നുണ്ടെങ്കിൽ 4 മുട്ടയ്ക്ക് പകരം 2 മുട്ട ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 300 ml പാല് ചേർത്ത് കൊടുക്കാം. അതായത് 1.25 കപ്പ് പാല്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. എന്ത് എളുപ്പമാണെന്ന് നോക്കിയേ. ഞാൻ കറക്റ്റായിട്ടുള്ള അളവൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഉണ്ടാക്കാൻ നേരം അവിടെ നോക്കിയിട്ട് ചെയ്താൽ മതി. കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ളതും കൂടുതൽ ക്വാണ്ടിറ്റിയിലുള്ളതിൻ്റെയും അളവ് അവിടെ കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പകുതിയാണ് എടുക്കുന്നതെങ്കിൽ 3/4 കപ്പ്. ഇനി നമുക്കിതൊന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് പെട്ടെന്ന് നമുക്കിത് അടിച്ചെടുക്കാനായിട്ടും സൈഡിലേക്ക് ഈ പൊടിയൊക്കെ തെറിച്ച് ഒട്ടിപ്പിടിക്കുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ടും സഹായിക്കും. ഇനി മിക്സിയിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് നമ്മുടെ മാവിരിക്കേണ്ടത്. ഈ ഒരു മാവ് കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, പഞ്ചസാര പോലും ആഡ് ചെയ്യാതെ വളരെ പെട്ടെന്ന് നമ്മൾ ബേക്ക് ചെയ്തുണ്ടാക്കിയ യോക്ഷേ പുഡിങ്, കറികളുടെ കൂടെയും ചിക്കൻ കറിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ പുഡിങ്. അപ്പോൾ പകുതി ഞാൻ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി പകുതി കൊണ്ടിട്ടാണ് നമ്മുടെ ഈ ഈസി സ്നാക്ക് 4 മണി പലഹാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സ്റ്റീൽ ഗ്ലാസ്സിലൊഴിച്ച് ബാറ്ററിലാണ് നമ്മൾ പലഹാരം ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ സ്വീറ്റ് ആയിട്ടുള്ള ഈ 4 മണി പലഹാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി പകുതി ബാറ്ററിലേക്കാണ് നമ്മൾ ഇനി എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. മുഴുവൻ ബാറ്ററിലേക്കുമാണ് ഇനി ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നതെല്ലാം ഇരട്ടിയായിട്ട് ചേർത്ത് കൊടുക്കണം. ആകെ 2 ഇൻഗ്രീഡിയൻസേ ഉള്ളപ്പോൾ വളരെ എളുപ്പമാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ചേർത്ത് കൊടുക്കാം. മുഴുവൻ ബാറ്ററിലേക്കും അങ്ങ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ പൊടിച്ച ഏലക്ക ചേർത്ത് കൊടുക്കാം. പൊടിച്ച ഏലക്ക കയ്യിലില്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ കൂടി ഇട്ട് പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി. അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ച പഞ്ചസാര ഇല്ലാന്നുണ്ടെങ്കിൽ മുഴുവനത്തെ ഉള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഒരു 2.5-3 ടേബിൾ സ്പൂൺ മുഴുവനത്തെ ഉള്ള പഞ്ചസാര മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബാറ്ററാണ്. ആകെ 5 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. മുട്ടയും പാലും മൈദയും റവയും പഞ്ചസാരയും പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും. അപ്പോൾ നമ്മുടെ മാവ് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 30 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 30 മിനിറ്റ് അങ്ങനെ അവിടെ ഇരിക്കട്ടെ. പൊടിക്കാത്ത പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് അലിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ റവ കുറച്ച് വെള്ളമൊക്കെ അബ്സോർബ് ചെയ്ത് ഈ ഒരു പരുവത്തിനാണ് നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത്. ഒരുപാടങ്ങ് ലൂസും അല്ല, ഒരുപാടങ്ങ് കട്ടിയല്ല. ഇനി നമുക്ക് ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ചൂടാവുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. നമ്മൾ തീ കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറംഭാഗം കരിയുകയും ഉൾഭാഗം വേകാതെ ഇരിക്കും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഒരു 4-5 മിനിറ്റ് എടുത്തിട്ടാണ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. നല്ലപോലെ ഇത് വീർത്ത് വരും. അപ്പോൾ തിരിച്ച് മറിച്ച് വിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മളിതൊന്ന് വറുത്തെടുക്കുക. പക്ഷേ ഉണ്ണിയപ്പം പോലെ കട്ടിയല്ല കേട്ടോ, നല്ല വീർത്ത് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഒരാൾക്കൊരു 10 എണ്ണമൊക്കെ കഴിക്കുക, അതാണ് ഞാൻ പറഞ്ഞത്. വേണമെന്നുണ്ടെങ്കിൽ മുഴുവൻ ക്വാണ്ടിറ്റിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു ഗോൾഡൻ കളർ ആവുന്നതോടെ വരെ നമ്മളിതൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇത്രയും എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട നിർബന്ധമൊന്നുമില്ല. ഞാൻ ഒഴിച്ചപ്പോൾ കൂടിപ്പോയതാണ്. അതുപോലെ തന്നെ ഉണ്ണിയപ്പച്ചട്ടി ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്കൊരു കടായിലേക്ക് ഒരു തവി ഇറക്കി വെച്ചിട്ട് ഇതുണ്ടാക്കിയെടുക്കാം. പക്ഷേ തവി ഇറക്കി വെക്കുമ്പം നല്ലപോലെ തവി ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. തണുപ്പ് പോകുമ്പോൾ കുറച്ച് ഇതൊന്ന് ഒട്ടും കേട്ടോ, നമ്മുടെ ബോണ്ട പോലെ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കഴിക്കാൻ നല്ല സുഖമുള്ളൊരു സ്നാക്കാണ്. അതുപോലെ തന്നെ നമ്മൾ നാട്ടിൽ പോകാനായിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്യുവാണ്. നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളൊക്കെ. എനിക്ക് നല്ല പേടിയുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. അതുകൊണ്ടിട്ടാണ് വീഡിയോസൊക്കെ ഇടാനായിട്ട് വൈകുന്നത്. അപ്പോൾ പുതിയ റെസിപ്പി
വീഡിയോ അല്ലെ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.